കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ചുവട് ദ്രവിച്ചും ഭൂരിഭാഗം ഉണങ്ങി നിൽക്കുന്ന കൂറ്റൻ വീട്ടിമരം. ഏത് നിമിഷത്തിലും മരം നിലം പൊത്തിയേക്കാമെന്ന അവസ്ഥ. മരത്തോട് ചേർന്ന് താമസിക്കുന്ന ഒരു കുടുംബം കഴിഞ്ഞ കുറച്ചധികം കാലമായി ഭീതിയിലാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ കായിക്കര കുന്നുംപുറത്ത് മടത്തിക്കോണം ചരുവിള പുത്തൻ വീട്ടിൽ അസീന ബീവിയുടെ വീടിനാണ് മരം ഭീഷണിയായി നിൽക്കുന്നത്. വനം, പഞ്ചായത്ത് അധികൃതർക്കും ഒപ്പം മരം നിൽക്കുന്ന RPL അധികൃതർക്കും പരാതി നൽകി. പക്ഷേ പരാതി നൽകി 1 വർഷം പിന്നിടുമ്പോഴും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. കാറ്റോ മഴയോ ഉണ്ടാകുമ്പോൾ കുടുംബം പേടിയോടെയാകും ഇവിടെ കഴിയുക. പലപ്പോഴും കാറ്റടിക്കുമെന്ന ബോധ്യമുണ്ടായാൽ ഇവിടെ നിന്നും മാറി താമസിക്കുകയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നിരിക്കെ അത്തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. എത്രയും വേഗത്തിൽ മരം മുറിച്ചു നീക്കി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇനിയും വൈകിയാൽ താമസം ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിലേക്ക് മാറേണ്ടി വരുമെന്നും ഇവർ പറയുന്നു. നമ്മുടെ ഈ RPL നിൽക്കുന്ന ഈ മരം ഏകദേശം ഒരു 2-3 കൊല്ലം കൊണ്ട് ഇതേ രീതിയിൽ തന്നെ നിൽക്കുവാണ് ഒടിഞ്ഞ്. അതിൻ്റെ ഒരു ശിഖരങ്ങളൊക്കെ അതിന് മുമ്പോട്ട് ഒടിഞ്ഞ് വീണൊക്കെ അതുകൊണ്ട് അവിടെ കിടക്കുന്നതൊക്കെ കാണാം. അതിനൊക്കെ നമ്മുടെ ഈ വീടിൻ്റെ ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മൂട് മൊത്തവും ദ്രവിച്ച് തൊട്ടടുത്ത ലൈൻ കമ്പിയും ഇതും ഈ കുട്ടികളൊക്കെ കളിക്കുന്നത്, ഇവിടെയുള്ള പരിസരവാസി കുട്ടികളും വീട്ടിലുള്ള 2-3 കുട്ടികളും എല്ലാവരും എടുക്കുന്നതൊക്കെ വഴിയൊക്കെയാണിത്. ഏകദേശം ആ മൂട് ദ്രവിച്ച് വീഴാറായ ഒരു സ്ഥിതിയിലാണ്. അപ്പം ഇതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇത് മുറിച്ചു മാറ്റാനുള്ള നടപടി ഉടനെ സ്വീകരിക്കണം. അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല, ഈ വരുന്ന മഴയത്തോ കാറ്റത്തോ കാണാതെ വീണാൽ നല്ലൊരു ദുരന്തം തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അതേസമയം RPL ഭൂമിയിൽ നിൽക്കുന്ന മരം അടിയന്തരമായി മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും RPL വനം വകുപ്പോ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ലൈല ബീവി പറഞ്ഞു. വീഴ്ത്തിമരമായതിനാൽ തന്നെ നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പാണെന്നും വനം വകുപ്പ് അനുമതി നൽകിയാൽ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു നീക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.